ഹലോ ഗൈസ്, നമുക്ക് ഇന്നൊരു അടിപൊളി റെസിപ്പി നോക്കിയാലോ. കോഴിക്കോട് ബീച്ചിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഗ്രീൻ പീസ് മുട്ട മസാലയാണ്. റെസിപ്പിയിലേക്ക് പോവാം. കുതിർത്തി വെച്ച ഗ്രീൻ പീസാണ്. ഇത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. കുതിർത്തി വെച്ച ഗ്രീൻ പീസ് എല്ലാം ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം, വേവിച്ചെടുക്കാൻ വേണ്ടി. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. നന്നായി ഉടഞ്ഞു വരരുത്, ഉടയാത്ത രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ. ഒരു വിസിലും 2 വിസിലും മതിയാവും. ഇനി ഗ്രീൻ പീസിൻ്റെ അത്ര തന്നെ വെള്ളം വെച്ച് അടച്ചു വെച്ച് 1-2 വിസിലിൽ വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കതിൻ്റെ മസാല ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ഒരു സവാള ഇട്ട് കൊടുക്കാം. ഇനി ഉപ്പിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതിരിക്കാൻ. സവാള നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി എല്ലാം നന്നായി കുക്കായി വരട്ടെ. ഇപ്പം നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഉടയാതെ വേണം കിട്ടാൻ, വേവിക്കാൻ. ഇനി അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉള്ളിയും ഗ്രീൻ പീസും തമ്മിലൊന്ന് സെറ്റാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാം. ഞാനിവിടെ വലിയ 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് ഗ്രീൻ പീസും ഉള്ളിയെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല. അതെല്ലാം നിങ്ങളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മസാല ആഡ് ചെയ്യാവുന്നതാണ്. മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിനായിട്ടുള്ള മുളക് പൊടി. ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. മസാല എല്ലാം നന്നായി സെറ്റായി പച്ചമണം എല്ലാം മാറി വരട്ടേതായി. ഇപ്പോൾ മസാല എല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഫൈനലി കുറച്ച് മല്ലിയില കട്ട് ചെയ്തതുകൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈസി റെസിപ്പിയാണ്. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.